മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. കടലുണ്ടിപ്പുഴയിലെ പുഴങ്കാവ് തടയണയുടെ ഷട്ടർ താഴ്ത്തിയതോടെ ചിലയിടങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യാനാകാതെ ജല അതോറിറ്റി. ആനക്കയം മുതൽ മലപ്പുറം വരെയുള്ള ഭാഗങ്ങളിലെ പമ്പ് ഹൗസുകളിലാണ് ജല അതോറിറ്റിക്ക് വെള്ളം പമ്പ് ചെയ്യാനാകാത്ത സ്ഥിതിയുള്ളത്. പുഴങ്കാവിൽ 6 മാസം മുൻപാണ് തടയണ പ്രവർത്തനം തുടങ്ങിയത്. പുഴങ്കാവ് തടയണയുടെ ഷട്ടർ ഉയർത്തിയാൽ തടയണയുടെ മുകളിലെ പ്രദേശത്തെ കിണറുകളിൽ വെള്ളം കുറയുകയും ചെയ്യും. 12 കോടി രൂപ ചിലവിലാണ് നിർമ്മാണം നടത്തിയത്. മഞ്ചേരി നഗരസഭയിലെയും ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തിലെ പ്രദേശങ്ങളിലെയും ശുദ്ധജല പ്രശ്നം പരിഹരിക്കുകയായിരുന്നു ലക്ഷ്യം. തടയണയുടെ ഷട്ടർ താഴ്ത്തി വെള്ളം തടഞ്ഞു നിർത്തിയതോടെ പുഴങ്കാവ് മുതൽ വള്ളുവങ്ങാട് മൂരിപ്പാടം വരെ പുഴയിൽ ജലവിധാനം ഉയർന്നു. പുഴങ്കാവ്, നെല്ലിക്കുത്ത്, പയ്യനാട്, വള്ളുവങ്ങാട്, വടക്കുപറമ്പ്, ആമക്കാട് പ്രദേശങ്ങളിൽ ഇതിന്റെ പ്രയോജനം ലഭിച്ചു. കിണറുകൾ സമൃദ്ധമായി. തടയണയുടെ താഴോട്ട് പുഴയിൽ വെള്ളം കുറഞ്ഞത് പമ്പ് ഹൗസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ആനക്കയം മുതൽ മലപ്പുറം വരെയുള്ള ഭാഗങ്ങളിൽ ശുദ്ധജല വിതരണം പലപ്പോഴായി തടസ്സപ്പെട്ടു. പുഴയിൽ വെള്ളം കുറഞ്ഞത് ജലവിതരണത്തെ ബാധിക്കുന്നതായി കാണിച്ച് ജല അതോറിറ്റി കളക്ടർക്ക് കത്ത് നൽകി. അപ്പോൾ ഷട്ടർ 3 ഘട്ടങ്ങളിലായി 65 സെന്റിമീറ്റർ ഉയർത്തി. അതോടെ പുഴങ്കാവ്, പയ്യനാട്, നെല്ലിക്കുത്ത്, വള്ളുവങ്ങാട്, വടക്കുപറമ്പ്, ആമക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളമില്ലാത്ത സ്ഥിതിയായി. കോടികൾ മുടക്കി നിർമ്മിച്ച തടയണയുടെ പ്രയോജനം ലഭിച്ചില്ലെങ്കിൽ സമരത്തിന് നേതൃത്വം നൽകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.